ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ആദ്യം നമ്മളൊരു സർക്കിളാണ് ഇവിടെ വരച്ചത്. ഇനി ഇവിടെയും നമ്മൾ ഒരു അടിപൊളി ഡിസൈനാണ്, ഒരു 3D ലുക്കുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അതിനുള്ളിൽ മറ്റൊരു സർക്കിൾ വരച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്നത്തെ ഡിസൈൻ. അത് മാത്രമല്ല ഒരു 3D ലുക്കൂടെ കിട്ടുന്നുണ്ട്. അകത്ത് ഒരു ഫിഗർ വരയ്ക്കുക. അത് സൈഡ് 1 2 3 4 5 6 7 8 ഫിഗറുള്ള ഒരു 8 സൈഡഡായിട്ടുള്ള ഒരു ഫിഗറാണ് ഉള്ളിൽ വരച്ചത്. ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട ശേഷം വീണ്ടും ആ ഫിഗർ സെയിം ഫിഗർ അതിനകത്ത് വരയ്ക്കുക. ഒരു ഫിഗർ കൂടെ അകത്ത് വരയ്ക്കുക. മാക്സിമം 3D ലുക്ക് കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ 3 ആ ഫിഗർ വരച്ചു ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു. ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ അത് ആ കോർണേഴ്സ് കണക്ട് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻസ് അകത്തേക്ക് സെൻറ്ററിലോട്ട് വരച്ചെടുത്തു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ. ഓക്കെ, ഇനി നമ്മൾ അത് കണക്ട് ചെയ്ത് ഒരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ അതിലാക്കി എടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഒരു സർക്കിളും വരച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഡിസൈൻ പോർഷനിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ വളരെ സിമ്പിളായിരുന്നു. ഇനി നമ്മൾ അത് കണക്ട് ചെയ്ത് വീണ്ടും അകത്തൊരു സ്റ്റാർ ഷേപ്പ് പോലെ വരയ്ക്കാൻ ശ്രമിക്കുക. ഫിഗർ കറക്റ്റായിട്ട് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനി നമ്മൾ ഉള്ളിലാക്കി കണക്ട് ചെയ്ത് ട്രയാങ്കിൾ ഡയമണ്ട് ഷേപ്പാക്കി എടുക്കാൻ ശ്രമിക്കുക അകത്ത്. ഇത്രയും നമ്മൾ ചെയ്തുള്ളൂ. മാക്സിമം സിമെട്രിക്കലാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ലൈൻസ് കണക്ട് ചെയ്ത് അതിൻ്റെ താഴെ ഡയമണ്ട് ഇപ്പോൾ വരച്ചതിൻ്റെ താഴെയായിട്ട് ലൈൻസ് കണക്ട് ചെയ്ത് വരച്ചു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. പൂക്കളം ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, വരയ്ക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണെങ്കിലും. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഒരു ഡയമണ്ട് ഷേപ്പാക്കി എടുക്കുക. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള പോർഷനിൽ ഒരു ഡയമണ്ട് ഷേപ്പ് വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. സിമ്പിളാണിത്. ബാക്കി എവിടേക്കാണോ ഇനി ട്രയാങ്കിൾ ഇടേണ്ടത് അവിടേക്ക് ട്രയാങ്കിൾ ഇടുക. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പോർഷൻസിലും നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കേണ്ടതാണ്. ഓക്കെ, അതിൻ്റെ മുകളിലും കണക്ട് ചെയ്യേണ്ടതാണ്. കണക്ട് ചെയ്ത് അതിൻ്റെ മുകളിലും ട്രയാങ്കിൾ വരയ്ക്കേണ്ടതാണ്. ഇനി വിട്ടുപോയ പോർഷനിലും നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇനി നടുക്ക് നമ്മൾ സ്റ്റാർ വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും സർക്കിളിൻ്റെ അവിടെയായിട്ട് നമ്മളൊരു സ്റ്റാർ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ട്രയാങ്കിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ പൂക്കളം ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വരയ്ക്കാൻ കുറച്ച് കോംപ്ലക്സ് ആണെങ്കിലും പൂക്കളം ഇട്ട് വരുമ്പോൾ അടിപൊളി ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. മാക്സിമം എല്ലാവരും ഇത് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും ഏത് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഈ പൂക്കളം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.